Hello and welcome to a new video. This is not a syllabus related video. Actually, many of you messaged and commented and asked about how is IGNOU or is it worth to study, choose a distant learning. So this video is dedicated to it. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു ഡിസ്റ്റൻറ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഇഗ്നോ വർത്ത് ഇട്ടാണോ അത് ചൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിരുന്നു. സോ അതിനെ പറ്റിയൊരു വീഡിയോ ആണ്. ഇറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. You will get an idea about whether to go for it or not. Choose IGNOU or any distant learning only for these reasons. ഫസ്റ്റ് വൺ ഇസ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ നിങ്ങൾ ഇഗ്നോ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റീസണിന് വേണ്ടി മാത്രം, ഞാൻ അടുത്ത പറയാൻ പോകുന്ന 3 റീസൺസിന് വേണ്ടി മാത്രം ആണെങ്കിൽ ഓക്കെ, നമുക്ക് അതൊരു വർത്ത് ഇട്ടാണെന്ന് പറയാം. വേറെ ഒരു റീസണിന് വേണ്ടിയിട്ടും ഇഗ്നോ അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് ലേണിംഗ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല. സോ ഒന്ന് ഫ്ലെക്സിബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഈസി ആക്സസ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്കിപ്പം കോളേജിൽ പോയി പഠിക്കാനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരി, നമുക്കൊരു ഫ്ലെക്സിബിളാണ്, നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാവുന്ന ഒരു സാഹചര്യം, ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ അടുത്ത് അവൈലബിൾ ആകുന്നു എന്നുള്ളൊരു ഫീച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇഗ്നോ ഒരു നല്ല ഓപ്ഷനാണ്. അല്ലെങ്കിൽ എനി ഡിസ്റ്റൻറ്റ് ലേണിംഗ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. സെക്കൻഡ് റീസൺ ഷുഡ് ബി കോസ്റ്റ് എഫക്റ്റീവ്. നിങ്ങൾ പൈസ ലാഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അപ്പം കുറഞ്ഞ ചിലവിൽ പഠിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ ആണെങ്കിലും ഇഗ്നോ ഇസ് ബെറ്റർ. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഇത് ചൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഞാൻ മുമ്പോട്ടുള്ള എക്സ്പ്ലനേഷനിൽ പറയുന്നതായിരിക്കും. പക്ഷെ അതൊരു റീസൺ ആണ്. ബിക്കോസ് ഇഗ്നോയിലാണെങ്കിലും ഡിസ്റ്റൻറ്റ് ലേണിംഗിലാണെങ്കിലും കമ്പയർ ടു കോളേജ് ദ ഫീ സ്ട്രക്ചർ വിൽ ബി വെരി ലെസ്. ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അതിൻ്റെ റീസൺസും ഒബ്വിയസ് ആണ്. നമുക്ക് ട്യൂട്ടറോ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ടീച്ചിങ് ഒന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ട്യൂഷൻ ഫീസൊക്കെ കുറവായിരിക്കും. നമ്മൾ ഓൺലൈൻ ടെക്സ്റ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ടെക്സ്റ്റിൻ്റെ പൈസയും അവരെടുക്കുന്നില്ല. സോ അങ്ങനെ നല്ല രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവാണ്, അല്ലെങ്കിൽ പൈസ ഒരുപാട് കുറവായിരിക്കും നമ്മൾ ഡിസ്റ്റൻറ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഇഗ്നോ ചൂസ് ചെയ്യുകയാണെങ്കിൽ. തേർഡ് ആൻഡ് ദി ഫൈനൽ റീസൺ ദാറ്റ് ഐ വുഡ് ഓപ്റ്റ് ഇസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വർക്ക് ചെയ്യാണ്, ഇഫ് യു ആർ വർക്കിംഗ് ആൻഡ് യു ഡോണ്ട് ഹാവ് ആൻ ഓപ്ഷൻ ടു ഗോ ഫോർ എ ഫുൾ ടൈം കോളേജ്, ദെൻ ഡിസ്റ്റൻറ്റ് ലേണിംഗ് ഓർ ഇഗ്നോ മൈറ്റ് ബി ആൻ ഓപ്ഷൻ. പിന്നെ നിങ്ങളുടെ ഏജ് ഓവറായി, നിങ്ങൾക്ക് ഒരു കോളേജിൽ പോയി പഠിക്കാനുള്ള ഏജ് അല്ല എന്നുള്ളൊരു കാര്യമുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ആൻ ഓപ്ഷൻ. ആൻഡ് ദ തേർഡ് റീസൺ ഇസ് ഫിസിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾക്കൊരു കോളേജിൽ പോയി പഠിക്കുന്നത് ഫീസിബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അഗെയിൻ ഡിസ്റ്റൻറ്റ് ലേണിംഗ് ഈസ് എൻ ഓപ്ഷൻ വേ യു ക്യാൻ ലേൺ തിങ്സ്. അപ്പം ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ റീസൺസ് മാത്രമായിരിക്കണം നിങ്ങളുടെ മുമ്പിലുള്ളത് ഫോർ ചൂസിങ് ഡിസ്റ്റൻറ്റ് ലേണിംഗ് ഓർ ഇഗ്നോ സ്പെസിഫിക്കലി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇഷ്യൂസ് യു മൈറ്റ് ഫേസ്. ഇഗ്നോ അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് ലേണിംഗ്, സ്പെസിഫിക്കലി ഇഗ്നോ ബിക്കോസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സപ്പോർട്ട്. ഇപ്പോൾ ഒരു 1-to-1 ട്രെയിനിങ് ഒന്നും ഉണ്ടാവില്ല. ഇനീഷ്യലി ദേ വിൽ സ്റ്റാർട്ട് എ വാട്സാപ്പ് ഗ്രൂപ്പ് ആൻഡ് സോ അവർ ക്ലാസ്സസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യും. പക്ഷേ റെഗുലർ ക്ലാസ്സസ് ഒന്നും ഉണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. മേ ബി ഫ്യൂ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇവർ ഓൺലൈനും ഒക്കെ ക്ലാസ്സസ് ഒക്കെ വിടുന്നുണ്ട് യൂട്യൂബിലൊക്കെ. അല്ലാണ്ട് ഒരു സ്പെസിഫിക് 1-to-1 ട്രെയിനർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ക്ലാസ്സസ് ഒന്നും ഉണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. കിട്ടിയാൽ ഇറ്റ്സ് എ ആഡഡ് ബെനിഫിറ്റ്, അത്രേ ഉള്ളൂ. പക്ഷേ സപ്പോർട്ട് വിൽ ബി വെരി ലെസ്. Everything has to be done from your end itself. The studies, making notes and all those stuff has to be done from your end. The support from the study center will be limited. അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ റിയൽ ടൈം ഇൻട്രാക്ഷനും ഫീഡ്ബാക്സും ഒന്നും ട്യൂട്ടറിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പം വി ഗെറ്റ് എ ലൈവ് ഫീഡ്ബാക്ക്, ലൈക്ക് ടീച്ചർ ഇസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ, യു ആർ ആൻസറിങ് സംതിങ്. സോ അവിടെ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, വിസിബിൾ ആയിട്ടും വിസിബിൾ അല്ലാതെ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷനും ഫീഡ്ബാക്സും അല്ലെങ്കിൽ ലേണിംഗ് ഒന്നും ഡിസ്റ്റൻറ്റ് ലേണിംഗിൽ ഉണ്ടാവില്ല. അവർക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടെങ്കിലും ഇറ്റ് വിൽ ബി ജസ്റ്റ് എ ലെക്ചർ, യു വിൽ ജസ്റ്റ് അറ്റൻഡ് ദോസ് ലെക്ചേഴ്സ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. So you won't be having any real-time interaction, or you won't be having such teacher-student kind of interaction. So 10th 12th കഴിഞ്ഞൊക്കെ പോകുന്ന കുട്ടികൾക്ക് അതൊരു മേജർ ലോസ് ആണെന്ന് തന്നെ ഞാൻ പറയും. ഇപ്പം കോളേജൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് നമ്മളൊരു പഠിക്കുന്നതും
ഡയറക്റ്റ് 10th കഴിഞ്ഞ് 12th കഴിഞ്ഞ് പഠിക്കുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് അതൊരു മേജർ ലോസ് തന്നെ ആയിരിക്കും. They won't be able to experience such teacher student college life interactions. Okay. സ്റ്റഡി സെൻറ്റേഴ്സിനുള്ള അല്ലെങ്കിൽ റീജിയണൽ സെൻറ്റേഴ്സിനുള്ള സപ്പോർട്ടും വളരെ കുറവായിരിക്കും. ടു ബി ഫ്രാങ്ക്, മോശം എന്ന് തന്നെ പറയേണ്ടി വരും. ഇറ്റ് ഡിപ്പെൻസ്, ഇറ്റ് വേരീസ് അപ്പോൺ സെൻറ്റേഴ്സ്. അപ്പം ഇമെയിൽ വഴി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ റെസ്പോൺസസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസ്പോൺസസ് വളരെ കുറവായിരിക്കും. നിങ്ങൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ, ഈവൻ ഇഫ് യു ആർ കോളിംഗ് ദം, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ബെനിഫിഷ്യൽ മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാവുമായിരിക്കും. പക്ഷേ അഗൈൻ, അപ്പം ഡിസ്റ്റൻറ്റ് ലേണിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിന് അത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. സോ റീജിയണൽ സെൻറ്റേഴ്സും സ്റ്റഡി സെൻറ്റേഴ്സിലുള്ള ഹെൽപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഗ്രേഡ് കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വിത്ത് ഹെൽഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് സ്കോഴ്സ് ഒന്നും പബ്ലിഷ്ഡ് ആയിട്ടില്ല, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരാം വൺസ് യു സ്റ്റാർട്ട് യുവർ കോഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ റെസ്പോൺസസ് ഭയങ്കര സ്ലോ ആൻഡ് ഡിലേ ആണ്. നേരിട്ട് പോയി ഇൻട്രാക്ട് ചെയ്താൽ യു മൈറ്റ് ഗെറ്റ് എൻ ആൻസർ, പക്ഷെ ത്രൂ ഇമെയിൽസ് ആൻഡ് കോൾസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ബിറ്റ് ഡിഫിക്കൾട്ട്. So my suggestions for you guys, if you are like a 10th student or a +1 +2 student, then try your best to study well to get an admission into a regular college. പറയാൻ ഈസി ആണെന്ന് നിങ്ങൾക്ക് പറയാം, ശരിയാണ്. പഠിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ഒക്കെ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ റെഗുലർ കോളേജിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ പഠിക്കുന്ന ഒരു ലെവലിലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഡിസ്റ്റൻറ്റ് ലേണിങ്ങിൽ ഉണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അത് ഡിപ്പെൻസ് ഓൺ യുവർ കോഴ്സ്. നിങ്ങളുടെ കോഴ്സ് ഇപ്പോൾ എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനും കൂടെ ആസ്പദമാക്കിയിരിക്കും. പക്ഷേ ഒരു 90% എനിക്ക് പറയാം, റെഗുലർ കോളേജസിൽ പഠിക്കുന്ന ആ ഒരു പ്ലസ് പോയിൻറ്റ് ഒരിക്കലും ഡിസ്റ്റൻറ്റിൽ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 3 റീസൺസ് കാരണം മാത്രം നിങ്ങൾക്ക് അത്രയ്ക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം ഡിസ്റ്റൻറ്റ് ലേണിംഗ് എസ്പെഷ്യലി ഇഗ്നോയിൽ വന്ന് ചേരുക. അതല്ല, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ യുവർ ബെസ്റ്റ് ടു ജോയിൻ ഇൻ ടു എ റെഗുലർ കോളേജ് ആൻഡ് ദാറ്റ് ടു അണ്ടർ എ ഗുഡ് യൂണിവേഴ്സിറ്റി. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലസ് പോയിൻറ്റ്സ് വേറെയാണ്. പിന്നെ റെഗുലർ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓവർവ്യൂ അബൌട്ട് ലൈഫ്, ദി എക്സ്പീരിയൻസ്, ദി ഇൻട്രാക്ഷൻസ് വിത്ത് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അതൊക്കെ ഒരു വേറെ വൈബാണ്. സോ അങ്ങനെ തന്നെ ചൂസ് ചെയ്യുക. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇഗ്നോ അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് ലേണിംഗ് ചൂസ് ചെയ്യേണ്ടി വന്നാൽ, നല്ല റീജിയണൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നല്ല റീജിയണൽ സെൻറ്റേഴ്സ് ഉള്ളത് നോക്കി സെലക്ട് ചെയ്യുക. അതുപോലെ എപ്പോഴും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെൻറ്റ്സും ഇതിൻ്റെ ഒക്കെ പ്രൂഫ്സ് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഓൾവേസ് ട്രൈ ടു കംപ്ലീറ്റ് യുവർ കോഴ്സ് വിത്തിൻ ദ ഗിവൻ ടൈം പീരിയഡ്. അപ്പം യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു ഇൻട്രാക്ഷൻ ഒഴിവാക്കുക മാക്സിമം. കാരണം ഡിസ്റ്റൻറ്റ് ലേണിംഗ് ആകുമ്പം ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, റീജിയണൽ സെൻറ്റേഴ്സും സ്റ്റഡി സെൻറ്ററിൻ്റെ ഇമെയിലും കോൾ വഴിയുള്ള ഹെൽപ്പ് ഭയങ്കര കുറവാണ് അല്ലെങ്കിൽ മോശമാണ്. അപ്പം മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്ത് ലിമിറ്റഡ് ടൈമിൽ, തന്നിരിക്കുന്ന ടൈമിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ റെഗുലർ കോളേജസ് തന്നെ പ്രിഫർ ചെയ്യുക. അപ്പം ഇഗ്നോ ബെസ്റ്റ് ആണോ വേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ഓക്കെ പോയി ചേരാമെന്ന് മാത്രം. പക്ഷേ എൻ്റെ സജഷൻ വിൽ ബി ഡെഫിനറ്റ്ലി എ റെഗുലർ കോളേജ്. താങ്ക് യു. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. പുതിയ സബ്ജക്ട്സ് ടോപ്പിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം.